ഹൈഡ്രജൻ ശരിക്കുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ലോങ് ഡിസ്റ്റൻസ് ഹോൾസിന് അടിപൊളിയാണ്. അതായത് ഇപ്പം ട്രക്കുകൾ, ബസ്സുകൾ, ലോങ് ഡിസ്റ്റൻസ് ഹോൾ മേ ബി ഒരൊറ്റ ട്രിപ്പിൽ 1000 കിലോമീറ്റർ മേ ബി ഒരു 5 ടണ്ണോ അത്രയൊക്കെ വെയിറ്റ് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സിനാരിയോ ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ ഫീസിബിൾ. ഹൈഡ്രജന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രൊഡക്ഷൻ, സ്റ്റോറേജും ഡിസ്ട്രിബ്യൂഷനും. ഈ 3 പരിപാടിയും ഭയങ്കര കോസ്റ്റ് ഇന്റൻസീവ് ആണ്. പ്രൊഡക്ഷൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഭയങ്കര കോസ്റ്റ് ഇന്റൻസീവ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ അതിനെക്കാട്ടി കോസ്റ്റ് ഇന്റൻസീവ് ആണ്. എൻഡ് പോയിന്റിൽ കസ്റ്റമറിന് ഡെലിവർ ചെയ്യുന്ന രീതികളും ഭയങ്കര കോസ്റ്റ് ഇന്റൻസീവ് ആണ്. അതുകൊണ്ടാണ് ഹൈഡ്രജൻ അത്ര ഒരു എന്താ പറയുക അക്സെപ്റ്റബിൾ മെത്തേഡായിട്ട് ഇത്രയും നാളായിട്ടും വരാത്തത്. പിന്നെ ഹൈഡ്രജനിൽ 2 മെത്തേഡുള്ള, ഒന്ന് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽസും ഉണ്ട്, ഹൈഡ്രജൻ കമ്പഷൻ സിസ്റ്റംസും ഉണ്ട്. ഹൈഡ്രജൻ കമ്പഷൻ സിസ്റ്റംസ് ഒരുപാട് കമ്പനികൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരാൾ പോലും ഇതൊരു വർക്കിംഗ് പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് വെഹിക്കിൾ പോലും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഒരു വെഹിക്കിൾ പ്രോപ്പർലി ഇറക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള രീതി, വിത്ത് ഗുഡ് എഫിഷ്യൻസി ഇറക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ഉള്ളത് ഫ്യൂവൽ സെൽസ് ആണ്. ഫ്യൂവൽ സെൽസ് എഫക്റ്റീവ്ലി അത് ഇലക്ട്രിക് വെഹിക്കിൾസ് തന്നെയാണ്. ഹൈഡ്രജൻ ഓക്സിജൻ റിയാക്ഷൻ നടന്നതിന് ശേഷം ദ ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ്. ആ ഇലക്ട്രിസിറ്റി മോട്ടോറിലേക്ക് ഫെഡ് ചെയ്തിട്ട് മോട്ടോർ തന്നെയാണ് ഇലക്ട്രിസിറ്റി തന്നെയാണ് ഹൈഡ്രജൻ. ഈവൻ ദോ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ നമ്മൾ പറയുമ്പോൾ ആ ഫ്യൂവൽ സെല്ലിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയാണ്, ഇൻപുട്ട് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഫ്യൂവൽ ആയിട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഔട്ട്പുട്ട് ഉപയോഗിച്ച് നമ്മൾ സ്റ്റിൽ മോട്ടോഴ്സ് ആണ് റൺ ചെയ്യുന്നത്. മോട്ടോഴ്സ് റൺ ചെയ്ത് ഓടിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ആവശ്യം നമുക്കൊരു ബാറ്ററി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും. പിന്നെ ഈ പറഞ്ഞ പോലെ ബാറ്ററി ടെക്നോളജി ഭയങ്കരമായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യം കൂടി അതിനകത്തുണ്ട്.